വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയെ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 13-ാം തിരുവചനമാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്. ഈയിടെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കൗൺസിലിംഗ് ആവശ്യത്തിനായി ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. ഏകദേശം 2 മാസത്തോളമായി വളരെ സങ്കീർണമായ ഒരു കുടുംബ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന ദമ്പതികൾ 2 പേരും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. കുറച്ച് ഫോണിൽ കൂടെ എല്ലാം സംസാരിച്ചതിൻ്റെ ഫലമായി 2 പേരോടും സംസാരിക്കാനും വചനം പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കുകയുണ്ടായി. എന്നെ ഏറെ അതിശയിപ്പിച്ച ഒരു കാര്യം, 2 പേരും നല്ല വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. പറ്റുന്നിടത്തോളം ദിവസങ്ങളിലെല്ലാം ജോലി തിരക്കുണ്ടായിട്ടും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വചനം വായിക്കുകയും ജപമാല ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ്. എന്നാൽ ഭാര്യയും ഭർത്താവും പല കാരണങ്ങളാൽ വിഘടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ചില ദുഃഖങ്ങളും വേദനകളും ഒക്കെ താങ്ങാനും മറക്കാനും സാധിക്കാത്തതിനാൽ പരസ്പരം സ്നേഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവർ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ദുശീലങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളോ ഒന്നും അവർക്കിടയിൽ ഇല്ലാത്താനും കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ട് അവരോട് സംസാരിച്ചു, കൂടുതൽ സമയം സംസാരിക്കാനായിട്ട് ചെലവഴിച്ചു, അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ എന്നെ വിളിച്ചിട്ട് വീണ്ടും പറയുകയാണ്, ചേച്ചി, വളരെ പേരോട് ഞങ്ങൾ 2 പേരും ഉപദേശം തേടാറുണ്ട്. അതിൽ ആത്മീയരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നത്. എല്ലാ തുറകളിലുള്ള സന്യസ്തരും വൈദികരും അൽമായരും ഉള്ളവരോടെല്ലാം ഞങ്ങൾ ഉപദേശം തേടാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഏതാനും ഉപദേശങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനാണെങ്കിലും ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാ ദിവസവും എന്ന പോലെ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടായാലും 2 പേരും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പതിവുണ്ട്. പലരുടെ അടുക്കൽ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ഉപദേശം തേടുകയും ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്ക് അത് ചെന്ന് നീങ്ങുന്നത് ഇവർ തന്നെ മനസ്സിലാക്കാറുണ്ട്. അടുത്ത ദിവസമോ 2 ദിവസത്തിനകം ഫോൺ ചെയ്യുമ്പം പറയുകയും ചെയ്യും, അയ്യോ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു, പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് തമ്മിൽ ഇടയിലുണ്ടായിരുന്ന ആ ഭിന്നത കുറെയെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനി അതൊന്ന് ശരിയാക്കിയിട്ട് വേണം ബാക്കി മുന്നോട്ട് നീങ്ങാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഏറെ പേരും നമ്മൾ ഫോണിൽ സംസാരിക്കുകയും അല്ലാതെയും ഒക്കെ കാണുമ്പോൾ ഉത്കണ്ഠയും ആകുലതയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പറ്റി ഏറുമ്പോൾ ആരെ സമീപിക്കണം, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വെപ്രാളപ്പെട്ട് പലരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് നയിക്കുന്നത് നാം കണ്ടിട്ടില്ലേ? ഞാൻ ഈ ദമ്പതികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് ഒന്ന് സമാധാനപ്പെടുക, ക്ഷമയോടെ കാത്തിരിക്കുക, പെട്ടെന്ന് ഒരു മാറ്റം 2 പേരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പ്രാർത്ഥന തീക്ഷ്ണമാകട്ടെ,
ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ തീർച്ചയായും ദൈവം ഇടപെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാമും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചിന്തിക്കുമ്പോൾ പലരുടെയും അടുക്കൽ ഉപദേശം തേടി പോയിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഒരു കാര്യം മനസ്സിൽ ഇട്ട് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ചെലവഴിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ചില വചനങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒരു മനുഷ്യന് പ്രശ്നങ്ങളെ പറ്റി എല്ലാം പഠിച്ചു കഴിയുമ്പോൾ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, ചില സമയം ചിന്തകളെല്ലാം ഏറെ കലുഷിതമാകുമ്പോൾ എന്ത് തീരുമാനമെടുക്കണം, ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു നിർണായക അവസ്ഥ അതിലെത്തിച്ചേരുന്നത് നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. കർത്താവ് നമ്മളോട് വചനത്തിലൂടെ പറയുകയാണ്, നമ്മുടെ അന്തരംഗത്തിന് രൂപം നൽകിയ കർത്താവ് അതിലേക്ക് ഉപദേശം നമുക്ക് ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. എന്താണ് നാം ചെയ്യേണ്ടത്, ഏതു വഴിക്കാണ് നാം പോകേണ്ടത് എന്ന് മനസ്സ് ശാന്തമാക്കി ശ്രദ്ധയോടെ ദൈവസ്വരം ശ്രവിക്കാനിരിക്കുകയാണെങ്കിൽ തീർച്ചയായും പോകേണ്ട വഴി ദൈവം കാണിച്ചു തരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിച്ച ഈ വചനത്തിൽ കണ്ടിരിക്കുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവസ്വരമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് സങ്കീർത്തനങ്ങളിൽ 46 നാം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രശ്നങ്ങളുടെ ഇടയിൽ ഏറെ ടെൻഷൻ അടിച്ചേക്കാമെങ്കിലും ഒരു മിനിറ്റ് ഒന്ന് ശാന്തമായി, എൻ്റെ ദൈവം ഈ പ്രശ്നം അറിയുന്നു, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം ഉണ്ടായിട്ടില്ല, ഇതിനുള്ള പരിഹാരവും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുകയൊന്നും വേണ്ട എന്ന് ദൈവസന്നിധിയിലിരുന്ന് മനസ്സൊന്ന് ശാന്തമാക്കിയാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. വീണ്ടും പറയുവാണ്, ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്. പലരുടെ അടുക്കിലൂടെ ഓടി നടക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ഉപദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഒരു കൺഫ്യൂഷനിലോട്ട് അതെല്ലാം കൂടെ നമ്മെ നയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത പോയിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പോയാൽ അതിൻ്റെ പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പം കൗൺസിലിംഗ് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എല്ലാം പറയുന്നത്, പ്രശ്നങ്ങൾ ഉള്ള ആൾക്ക് അത് ദൈവസഹായത്തോടെ പരിഹരിക്കാനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. ആ കഴിവുകൾ അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമേ ഉള്ളൂ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ പിന്നാലെ ഓടി നടക്കാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ സാധിക്കും. എന്നാൽ ചില സമയം ദൈവം മറ്റുള്ളവരിലൂടെയും നമ്മളോട് സംസാരിക്കും. എല്ലാ ഉപദേശവും കേട്ടിട്ട് ദൈവസന്നിധിയിൽ വന്ന് ശാന്തമായിരുന്ന് ദൈവം എന്താണ് പറയുന്നത് ഇത് ചെയ്യുക മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. പ്രഭാഷകൻ 37 അധ്യായം 13 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. 14 വചനം ഇങ്ങനെ പറയുന്നു, ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. സ്വന്തം ഹൃദയത്തിൽ ആത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ മറ്റ് വെളിയിലുള്ള ആരേക്കാളധികം എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് നമ്മളുടെ ഹൃദയം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 15 വചനം ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു അധ്യാപകൻ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു കുടുംബ പ്രശ്നത്തെ തുടർന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കേസ് വാദിക്കുന്ന വക്കീല് സത്യമല്ലാത്ത പല കാര്യങ്ങളും പറയണമെന്നും ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം നൽകണമെന്നും
ഇദ്ദേഹത്തോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. ഏറെ ആത്മീയമായി പ്രാർത്ഥിക്കുന്ന ഈ അധ്യാപകന് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്നത് രീതിയിലുള്ള ആ ഒരു സംസാരവും അങ്ങനെ ഒരു കള്ളത്തരം പറയണമോ എന്നുള്ള കാര്യവും ഏറെ മതിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ആ പ്രശ്നവുമായി കൂടുതൽ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അല്പം ഒന്ന് വിട്ടുകൊടുത്താലും എനിക്ക് ഈ പ്രശ്നം വലിയ ബന്ധങ്ങളുടെ തകർച്ച ഇല്ലാതെ പരിഹരിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ ഏറെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. വിട്ടുകൊടുക്കുക, നിന്നെ ഞാൻ ഒരു കാലത്തും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ആ കൗൺസിലിങ്ങിൽ ഞാനും ചോദിച്ചു. ഏറെ ബന്ധങ്ങൾ തമ്മിൽ വിള്ളൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോയാൽ നടക്കുക. അതുകൊണ്ട് ദൈവസ്വരത്തിന് കാതോർക്കാനും സർവശക്തന്റെ സത്യനിയമം അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അതേറെ സമാധാനത്തിന്റെ വഴികളായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും സഹോദരന്മാരും സഹോദരിമാരും രണ്ട് വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഏറെ ദൈവത്തിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് അത് സാധ്യമാകുകയും ചെയ്തു. വീണ്ടും ചില വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഒന്ന് കടന്നു പോകാം. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 13-ാം തിരുവചനം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിന്നപ്പോൾ എന്ത് തീരുമാനമാണ്, ആരോടാണ് ഉപദേശം തേടേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു വചനമാണ്, മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. ചില അവസരങ്ങളിൽ ചില ഉപദേശങ്ങൾ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട്. വഴി നടത്തുന്ന ദൈവം എന്ന് പറഞ്ഞുള്ള ആ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തോട് നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ ഏതു വഴിക്ക് പോകണം എന്ന് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ ദൈവത്തെ. വീണ്ടും ജോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 22-ാം വചനം ഇങ്ങനെ പറയുന്നു, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം തേടുക, സതുപദേശം നിരസിക്കരുത്, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് ഉതിരുന്ന ഉപദേശം സ്വീകരിക്കാൻ നമ്മളുടെ ഹൃദയവും കാതും നമുക്ക് സർവ്വസമയത്തും തുറന്നിരിക്കുക എന്നതാണ് പ്രധാനം. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 16:7. നാം ചില കാര്യങ്ങളെപ്പറ്റി ഏറെ വേവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് നാം കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കാം നമുക്ക് ചില വെളിപാടുകളെല്ലാം ലഭിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. പല അവസരങ്ങളിലും ചില കാര്യങ്ങളിലെ തീരുമാനം എന്തെടുക്കണം എന്ന് ഏറെ ആകുലപ്പെട്ട് കിടക്കുന്ന ചില രാത്രികളിൽ രാവിലെ ഉണരുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിൽ പോകണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നതും പറയുന്നതും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. വീണ്ടും സങ്കീർത്തനങ്ങൾ 73:24 വചനം ഇങ്ങനെ പറയുന്നു, ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. തീർച്ചയായിട്ടും ദൈവം ഉപദേശം തരും. ദിവ്യകാരുണ്യ സന്നിധിയിൽ കുറേയേറെ സമയം ചെലവഴിച്ചാൽ തീർച്ചയായും നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. വീണ്ടും സങ്കീർത്തനം 78:1 വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുവിൻ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ദൈവം ആഗ്രഹിക്കുന്നു നാം ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കാനും ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സങ്കീർത്തനം 119:24 വചനം, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. ദൈവവചനത്തിലൂടെ നമുക്ക് പല ഉപദേശങ്ങളും ലഭിക്കാറുണ്ട്. നന്നായി പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ സന്ദേശത്തിന്റെ രൂപേണ
നമുക്ക് വചനങ്ങൾ ലഭിക്കാറില്ലേ? വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. പല ഉപദേശവും ശ്രവിക്കുന്ന കൂടെ ദൈവത്തിൻ്റെ ഉപദേശം കേട്ടില്ല എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഒരിക്കലും നാം അങ്ങനെ ചിന്തിച്ച് മറ്റുള്ള ഉപദേശത്തിനനുസരിച്ച് നീങ്ങരുത് എന്ന് വചനം ശക്തമായി നമ്മളെ അനുശാസിക്കുകയാണ്. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു: എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ് ഇങ്ങനെ നമ്മോട് പറയുന്നത്. സ്വാർത്ഥപരമായിട്ടുള്ള ഉപദേശങ്ങൾ ഏവ, ശരിയായ ഉപദേശങ്ങൾ ഏവ എന്ന് നാം തീർച്ചയായും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വീണ്ടും യെശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 29-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്, അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ്. ഏറ്റവും നല്ല ഉപദേശം വിസ്മയകരമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് നേരിട്ട് തന്നെയാണ് എന്ന് വചനം വീണ്ടും പറയുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ദൈവ കൃപ നിറഞ്ഞവരാണ് ദൈവത്തിൻ്റെ ഉപദേശം ഏത് എന്ന് വിവേചിച്ചറിയുന്നതും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതും. ഇനി ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഒരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. കർത്താവിലാണ് നാം ആശ്രയം വെക്കേണ്ടത്. മനുഷ്യരിൽ നിന്നല്ല നാം ആലോചന സ്വീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നാം പരമാവധി ശ്രമിക്കുക തന്നെ വേണം. ഏറ്റവും എളുപ്പമാർഗം എന്ന നിലയിലാണ് നാം മനുഷ്യരുടെ ഉപദേശവും ആത്മീയതയിൽ കലർന്നതാണെങ്കിൽ പോലും അതിനുവേണ്ടി നെട്ടോട്ടം ഓടുന്നത്. ദൈവസന്നിധിയിലിരിക്കാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും എത്ര സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നോ അത്രയും എളുപ്പമാണ് എന്നാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം തിരുവചനം: വിവേകമുള്ള ഏതൊരുവനിൽ നിന്ന് ഉപദേശം തേടുക, സതുപദേശം നിരസിക്കരുത്. വിവേകമുള്ള ദൈവഭയമുള്ള ഒരാളോട് സദാ ചേർന്ന് നിൽക്കാനായി പ്രഭാഷകന്റെ പുസ്തകവും നമ്മെ ഉപദേശിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ പരമാവധി ഇരുന്ന് ദൈവത്തിൻ്റെ ഉപദേശവും ദൈവത്തിൻ്റെ നിർദ്ദേശവും സ്വീകരിക്കാനാണ് നാം ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. ഇനിയും വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 106:13: അവർ അവിടുത്തേക്ക് സ്തുതി പാടി, എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു. കർത്താവിൻ്റെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മെ അത്ഭുതകരമായി നയിച്ച പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നാൽ തീർച്ചയായും ദൈവത്തിൽ തന്നെ ശക്തമായിട്ട് നാം ആശ്രയിച്ച് ഉപദേശം സ്വീകരിക്കുന്നതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ? അടുത്ത വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 107:11 വചനം ഇങ്ങനെ പറയുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതന്റെ ഉപദേശം നിരസിച്ചു. ദൈവം നമ്മെ ഉപദേശിക്കുന്ന ആ ചെറിയ സ്വരം കേട്ടില്ല എന്ന് വെച്ചിട്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് നാം എത്തുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ഉപദേശം അവഗണിക്കുകയാണ് നാം ചെയ്യുന്നത്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി മാതാപിതാക്കളുണ്ട്. ബൈബിളിൽ പല സ്ഥലത്തും പിതാവിൻ്റെയും മാതാവിൻ്റെയും ഉപദേശം ചെവിക്കൊള്ളണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ആത്മീയരായ മാതാപിതാക്കൾ അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്നും സ്വർഗീയ ജ്ഞാനത്തിൽ നിന്നും പല കാര്യങ്ങളും മക്കളെ ഉപദേശിക്കുമ്പോൾ തീർച്ചയായും അതിലൊരു ബോറടി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ്
നീങ്ങി നിൽക്കുന്നത് ശരിയല്ല എന്ന് വചനം തന്നെ നമ്മെ അനുശാസിക്കുകയാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 25-ാം വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഒരു ദുഃഖമാണ് നമ്മെപ്പറ്റി ഈ പറയുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനം: ഭോഷന്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ്, വിവേകി ഉപദേശം തേടുന്നു. ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താതെ, ഒറ്റ ഉപദേശത്തിൽ അത് ഒതുങ്ങി നിൽക്കാതെ, എല്ലാവരിലും ഏറ്റവും നല്ല ഉപദേശം നമുക്ക് തരാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുക തന്നെ വേണം എന്ന് വചനം പറയുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു: ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു, കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. തീർച്ചയായും ദൈവകൽപ്പന പാലിച്ച് നമ്മുടെ കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൽ ഒരനുഗ്രഹം പാക്കേജായി വെച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 20-ാം വചനം ഇങ്ങനെ പറയുന്നു: ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക, നീ ജ്ഞാനിയാകും. നമുക്ക് നമ്മുടെ തീരുമാനങ്ങളും നടപടികളും ഒക്കെ അന്യൂനമെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ ഉപദേശം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 26-ാം വചനം വീണ്ടും പറയുന്നു: അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. അമ്മമാരെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവരുടെ ഉപദേശം തീർച്ചയായും ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക, എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. ദൈവ വഴികളിൽ കൂടെ നടക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമേ നാം ഉപദേശം സ്വീകരിക്കാൻ പാടുള്ളൂ. ഇനിയും പ്രഭാഷകന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. തീർച്ചയായും യുവജനങ്ങളുടെ ഇടയിലും കൗമാരപ്രായക്കാരുടെ ഇടയിലും എല്ലാം പ്രവർത്തിക്കുമ്പോൾ അവരെല്ലാം നയിക്കുന്നത് കൂട്ടുകാരുടെ ഉപദേശമാണ്. അവരുടെ വാക്കുകൾക്കാണ് മാതാപിതാക്കളുടെയും വൃദ്ധരുടെയും ആത്മീയ നേതാക്കളുടെയും ഉപദേശത്തെക്കാൾ അവർ വില കൊടുക്കുന്നതും. എന്നാൽ വചനം അനുശാസിക്കുകയാണ്, മുതിർന്നവരിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എങ്ങനെ പോകും എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കുറച്ചുകൂടെ ആത്മീയമായി ഇരുത്തം വന്നവർ തന്നെയാണ് വൃദ്ധർ. അതിനാൽ അവരുടെ നല്ല ഉപദേശം സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വീണ്ടും യെശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 29-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ഉപദേശം ജ്ഞാനം നിറഞ്ഞതും മഹോന്നതവുമാണ്. നമുക്ക് ഉപദേശങ്ങളുടെ ലോകത്ത് ഇന്ന് സഞ്ചരിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു യുഗത്തിലാണ് നാം ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവസാനമായി ഒരു വചനത്തിലേക്ക് ഇതെല്ലാം കൂടെ സംഗ്രഹിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 12-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. സുഹൃത്തുക്കളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ടി വന്നാൽ ഈ തരത്തിലുള്ള ഒരു സ്നേഹിതനിൽ നിന്ന് മാത്രമേ ഉപദേശം സ്വീകരിക്കാവൂ എന്നും, ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ ഉപദേശം നേരിട്ട് സ്വീകരിക്കുന്നതാണെന്നും, തീർച്ചയായും ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവം തൻ്റെ ജ്ഞാനം നിറഞ്ഞ ഉപദേശത്താൽ നമ്മെ പരിപോഷിപ്പിക്കുമെന്നും ഇന്നത്തെ വചനങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ,
ഉപദേശം ഇഷ്ടമില്ലാത്ത, ഉപദേശിക്കാൻ സാധ്യത വളരെ കുറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരവും സുഹൃത്തുക്കളുടെ ഇഷ്ടപ്രകാരവും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പുതിയ യുഗത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, സ്വന്തം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ കുടിയിരുത്തി അവിടെ നിന്ന് ലഭിക്കുന്ന ഉപദേശം അനുസരിച്ച് മുന്നോട്ട് പോകാനായി നമുക്ക് ശ്രമിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവെ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് വചനങ്ങളിലൂടെ ഇത്രയും സമയം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, രാത്രിയിലും ഞങ്ങളുടെ അന്തരംഗത്തിൽ പ്രബോധനം നിറയാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇത് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകര് പലരിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടതെന്ന് വ്യഗ്ര ചിത്തരായിട്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ, സ്വന്തം ഹൃദയമാണ്, സ്വന്തം ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ശ്രമിക്കണമെന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കാനുള്ള കൃപയാൽ നിറയ്ക്കണമെന്നും കർത്താവ് ഈ സമയം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. ഈശോയെ, വളരെ സങ്കീർണമായ പല പ്രശ്നങ്ങളിലും പല രീതിയിൽ നിന്നുള്ള ഉപദേശം ശ്രവിച്ചിട്ട് ആകെ കൺഫ്യൂഷനിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി, അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നവരായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഏറെ പ്രശ്നങ്ങളിൽ പെട്ടവര്, കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവര്, കർത്താവെ, വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നവര്, കർത്താവെ, വളരെ ഗുരുതരമായ രോഗത്താൽ വലയുന്നവര്, ചികിത്സയ്ക്ക് എന്ത് ചെയ്യണം, ഏത് തീരുമാനം എടുക്കണം എന്ന് വിഷമിക്കുന്ന എല്ലാ മക്കളെ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങളുടെ വാഗ്ദാനം അനുസരിച്ച് അങ്ങ് നേരിട്ട് ഉപദേശം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന വചനം അനുസരിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് അങ്ങയുടെ സ്വരം ശ്രവിച്ച് അങ്ങ് കൈപിടിച്ച് വഴി നടത്തുന്നത് അനുഭവിച്ചറിയാൻ തക്ക രീതിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വഴി നടത്തണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ അമ്മ, പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ധാരാളമായി ദൈവകൃപയാൽ നിറയാനും ദൈവകൃപ നിറഞ്ഞ് വചനമനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് നീങ്ങാനും ഞങ്ങളെ സഹായിക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.